ഈ തിരുവനന്തപുരം പോലെ തന്നെ ഈ BJPയുടെ ഒരു വെല്ലുവിളിയോ അല്ലെങ്കിൽ ഭീഷണിയോ ഉള്ള സ്ഥലമാണ് തൃശ്ശൂർ നഗരസഭയും. അവിടെയും ഇതുപോലെ അവരുടെ ഒരു സാന്നിധ്യമുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ CPM BJP ബാന്ധവം എന്ന ആരോപണത്തിന് ഇതൊരു മറുപടിയായിട്ട് മാറുമോ? താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങൾ തമ്മിൽ കേരളത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും BJPയെ ശക്തിയായി എതിർക്കുന്ന പാർട്ടി ആര്? വെറുതെ നമ്മൾ മാധ്യമ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ദൈനംദിനയുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവർ മനസ്സിലാക്കുന്നവരല്ലേ. നയപരമായുള്ള പ്രശ്നമായിരുന്നാലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ കാര്യത്തിലായിരുന്നാലും അതിനെല്ലാം ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളത് CPIM അല്ലേ. കേരളത്തിൽ RSSകാർ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല ചെയ്തിട്ടുള്ളത് ഏത് പാർട്ടിയിലുള്ളവരാണ്? CPMൽ പെട്ടവരാണല്ലോ. കേരളത്തിൽ RSSും കോൺഗ്രസുമായിട്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഞാൻ SFI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അവസരത്തിലൊക്കെ തന്നെ നടന്നിട്ടല്ലോ. അപ്പം ഞങ്ങൾ ശക്തമായി തന്നെ BJPയുടെ ആശയത്തെ എതിർക്കുന്നവരാണ്. പക്ഷേ ഞങ്ങൾ എന്തു ചെയ്യാം? ഞങ്ങളിപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ബംഗാളിലെല്ലാം ഞങ്ങളവിടെ തകർന്നു പോയി, ത്രിപുര തകർന്നു പോയി. അവിടെയെല്ലാം ഈ BJPയുടെ കാശും അവരുടെ മസിൽ കൊണ്ടുള്ള മസിൽ രാഷ്ട്രീയവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി മാറ്റങ്ങൾ ഉണ്ടാവില്ലെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ലോകത്തൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഇവിടെ ഒരു മാറ്റം ഉണ്ടാവും. പക്ഷേ മിനിസ്റ്റർ, ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലും ചില പ്രശ്നങ്ങൾ CPM നേരിടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഉള്ളൂർ വാർഡിൽ ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട്, ശ്രീകണ്ഠൻ. അദ്ദേഹം ദേശാഭിമാനിയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്നു. മാത്രമല്ല അവിടുത്തെ LC മെമ്പറായിരുന്നു, പാർട്ടിയോട് ചേർന്ന് നിന്നിരുന്ന ആളാണ്. അദ്ദേഹം ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്, ഒരു വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വിമതരുടെ, ഇപ്പോൾ മിനിസ്റ്ററിന് ഒരു പ്രതികരണത്തിൽ പറഞ്ഞത് ആ കെടുതിയൊക്കെ BJPക്കാണുള്ളത്, ഞങ്ങൾക്കില്ല എന്നാണ്. ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ CPMനെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? റിബലൊക്കെ വരുന്നത് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റിബലൊക്കെ വരും, സ്വാഭാവികമാണ്. അത് ശ്രീകണ്ഠൻ മാത്രമല്ല, വേറെയും കുറച്ച് ആൾക്കാർ ഉണ്ടാവും. അതിനെല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക മാത്രമേ മാർഗമുള്ളൂ. ശ്രീകണ്ഠൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.